प्यारे बच्चों साइलम ऑनलाइन उर्दू क्लास में सभी को मेरा परखुलूस आदाब എന്റെ എല്ലാ മക്കളെയും നമ്മുടെ സൈലം ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളെയാണ് നമ്മുടെ പരീക്ഷ. നല്ല അടിപൊളിയായിട്ട് എല്ലാ മക്കളും സെറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡി അല്ലേ മക്കളെ? നമുക്ക് നാളത്തെ പരീക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട നമുക്ക് 5 മാർക്ക് നേടാൻ കഴിയുന്ന ആ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടാം. എന്റെ മക്കൾ തയ്യാറല്ലേ? अच्छा बच्चों देखिए सवाल देखिए इसमें चंद जानवर और परिंदों के नाम थे ല്ലേ താഴെ എഴുതിയിട്ടുണ്ട്. ആ ജാൻവറിന്റെയും അതേപോലെ പരിന്ത് പക്ഷികളുടെയും കോളങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. ജാൻവർ ഓർ പരിന്ത് താഴെ കണ്ടോ, 2 കോളാക്കിയിട്ട് തന്നത് കണ്ടോ? യെസ്, ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ജാൻവർ എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്ക് അറിയാം അല്ലെ. ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗങ്ങൾ അല്ലെ. ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ എന്നാണ്. അപ്പോൾ പരിന്ത് എന്ന് പറഞ്ഞാലോ ഹാജി പക്ഷികൾ അല്ലെ, പക്ഷികൾ. അപ്പൊ എന്താണ് ചോദ്യം? എനിക്ക് ഹലകർക്കേലിക്കുക ഇതെന്ത് ചെയ്യണം? വ്യത്യസ്ത തരത്തിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് അറിയാം? നിങ്ങൾക്ക് അറിയുന്ന ജാൻവർ അല്ലെ, 2 ജാൻവറിന്റെ പേരും 2 പരിന്ത് പക്ഷിന്റെ പേരും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് അത് എഴുതി നോക്കിയാലോ? യെസ്, അത് നമുക്ക് എഴുതി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന 2 മൃഗങ്ങളെ പേര് പറയൂ. ഹാജി ബില്ലി അല്ലെ, ബില്ലിയേക്ക് ജാൻവർ ഹേ അല്ലെ, ബില്ലി. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരു ജാൻവറിന്റെ പേര് പറയൂ. ഹച്ച അല്ലെ, കുത്ത അല്ലെ, കുത്ത അല്ലെ. ഇനിയും വേറെ ജാൻവറൊക്കെ ഉണ്ട്. എന്തൊക്കെ ഉള്ളത്? വേറെ ഏതാ ജാൻവർ ഉള്ളത് മക്കളെ? യെസ്, ഏതുണ്ട്? കുത്ത, ബക്കരി അല്ലെ. ബക്കരി പറഞ്ഞ ആട്. അതേപോലെ പിന്നെന്താണ്? ബക്കരി, ഗായ് അല്ലെ. 2 മൃഗങ്ങളെ പേരും കൂടി മാഷ് എന്ത് ചെയ്യുന്നുണ്ട്? സൈഡിൽ എഴുതി വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഗായ് എന്ന് പറഞ്ഞാൽ എന്താ? പശു അല്ലെ, പശു. അതേപോലെ ബക്കരി അല്ലെ, ബക്കരി എന്ന് പറഞ്ഞാൽ ആട്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ 4 എണ്ണം പഠിച്ചു അല്ലെ. 2 എണ്ണം നമ്മൾ എന്ത് ചെയ്ത് കോളത്തിൽ എഴുതി. ഇനി 2 പക്ഷിയുടെ പേരും പാട് എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ 2 പക്ഷിയുടെ പേര് പറയൂ. തോത്ത അല്ലെ. എന്താ തോത്ത? യാജി തത്ത അല്ലെ, തോത്ത എന്ന് പറഞ്ഞാൽ തത്ത. അതേപോലെ പിന്നെ എന്ത് ചെയ്താ നമുക്ക്? മുറൈ അല്ലെ, മുറൈ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കോഴി അല്ലെ. പിന്നെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? കബൂത്തർ എഴുതാം അല്ലെ. കബൂത്തർ എന്ന് പറഞ്ഞാൽ എന്താ? കബൂത്തർ എന്ന് പറഞ്ഞാൽ പ്രാവ് അല്ലെ. അതേപോലെ ചിടിയ അല്ലെ, ചിടിയ എന്ന് നമുക്ക് എന്ത് ചെയ്യാ പറയാ? കുരുവി അല്ലെ, കുരുവി അല്ലെങ്കിൽ പക്ഷി എന്നൊക്കെ എന്ത് ചെയ്യാം നമുക്ക് പറയാം അല്ലെ. ബില്ലി എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്ക് അറിയില്ല, മാഷ് എഴുതണോ? യെസ്, ബില്ലി എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ച. അതേപോലെ കുത്ത എന്ന് പറഞ്ഞാൽ നായ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കോളം ആദ്യത്തെ ചോദ്യം നമ്മൾ പൂർത്തീകരിച്ചു. ഇനി ഇതിലൊരു ബി ചോദ്യം പാടുണ്ട്. എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വായിച്ചു നോക്കാം. പസന്ദീദ ഏക് ജാൻവർ യാ പരിന്ദേക്ക് തസ്വീർ ബനായേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മൃഗത്തിന്റെയോ പക്ഷിയുടെയോ ഒരു ചിത്രം വരക്കണം. അതിനുള്ള ഒരു കോളം അവിടെ തന്നിട്ടുണ്ട്. ഇനിയോ ഓർ 3 ജുംല ലിഖിയേ. ഞാൻ അതിനെ കുറിച്ച് 3 ജുംലയും തയ്യാറാക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ചിത്രം വരക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ഇത്തരത്തിൽ നാളത്തെ പരീക്ഷയിൽ ചോദിച്ചാൽ ഒരു ചിത്രം എന്ത് ചെയ്യണം? വരക്കണം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ മാച്ചോട് എന്ത് ചെയ്തു? ഒരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ചിത്രം വരയ്ക്കുക. എന്താണ് ഇത് മക്കളെ? ബില്ലി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ബില്ലിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു അല്ലെ. അപ്പൊ ബില്ലി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബില്ലി അല്ലെ, ബില്ലിയാണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഫസ്റ്റ് തന്നെ ഒരു ജുംല നമുക്ക് അങ്ങനെ എഴുതി കൂടെ? ബില്ലി ഹേ അല്ലേ. ഇത് പൂച്ചയാകുന്നു അല്ലേ. നല്ല മനോഹരമായിട്ടുള്ള പൂച്ച. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്താ? ബില്ലി എന്താണ്? ഒരു മൃഗമാണ്, ജാൻവർ അല്ലേ. അത് നമുക്ക് എഴുതല്ലോ, നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്നതല്ലേ. അപ്പൊ ബില്ലി ഏക്ക് ജാൻവർ, ബില്ലി ഏക്ക് ജാൻവർ ഹേ. 2 ജുംല ആയോ? ഇനി നമുക്ക് ബില്ലിയെ കുറിച്ച് എന്ത് ചെയ്യാം? ബില്ലി ജാൻവറിൽ തന്നെ 2 തരം ഉണ്ട് അല്ലേ. വന്യമൃഗങ്ങളും അതേപോലെ വളർത്തു മൃഗങ്ങളും അല്ലേ. അപ്പൊ ബില്ലി ഏതിലാ പെടുക? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നതല്ലേ. അപ്പൊ ഏതാണ്? പാൽത്തു ജാൻവർ. അപ്പൊ ബില്ലി ഏക്ക് പാൽത്തു ജാൻവർ ഹേ. ബില്ലി ഒരു വളർത്തു മൃഗമാണ് അല്ലേ. ഇനിയോ ഇനി ചിത്രത്തിലേക്ക് നോക്കുക. പൂച്ചയെ കാണാൻ എന്ത് ഭംഗിയുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബില്ലിയേക്ക് ഖൂബ്സൂറത്ത് അല്ലേ, ഖൂബ്സൂറത്ത് എന്താണെന്ന് എഴുതാം? ഖൂബ്സൂറത്ത് ജാൻവർ, ഭംഗിയുള്ള ഒരു മൃഗമാണ് അല്ലേ. ചിത്രം കാണുമ്പോൾ തന്നെ എന്റെ മക്കൾക്ക് നല്ല രസമായിട്ട് തോന്നുന്നില്ലേ? യെസ്. അപ്പൊ ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതിയാൽ എന്ത് കിട്ടും മക്കളെ? 5 മാർക്ക് നമുക്ക് എന്ത് ചെയ്യും? നാളത്തെ പരീക്ഷയിൽ കിട്ടും. റെഡിയാണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 2 കോളമാക്കിയിട്ട് ജാൻവർ ഓർ പരിന്ത് നമ്മൾ കണ്ടെത്തി. അതിൽ ജാൻവറിന്റെ കോളത്തിൽ ബില്ലി, പൂച്ച, കുത്ത, നായ അല്ലേ. പിന്നെ നമ്മൾ 2 അഡീഷണൽ ആയിട്ട് 2 ജാൻവറിനെ പഠിച്ചു. ഗായ് ഓർ ബക്കരി അല്ലെ, പശു, അതേപോലെ ആട്. പിന്നെ 2
പരിന്ത് അതേപോലെ പക്ഷിന്റെ പേര് എഴുതി തോത്ത, തത്ത, മുറി, കോയി. അതേപോലെ പിന്നെ 2 പേര് നമ്മൾ എന്ത് പഠിച്ചു? കബൂത്തർ ഓർ ചിടിയ, പ്രാവ്, അതേപോലെ കുരുവി അല്ലെങ്കിൽ പക്ഷി എന്നൊക്കെ പറയാം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തെ കൊണ്ടുവന്നു, ചിത്രം വരച്ചു പൂച്ചയുടെ. പിന്നെ ഏ ബില്ലി ഹേ, ഏ കച്ചാ ജാൻവർ ഹേ, അതേപോലെ ഏ ബില്ലി ഏക്ക് പാൽത്തോ ജാൻവർ ഹേ, ബില്ലി ഏക്ക് ഖൂബ്സൂറത്ത് ജാൻവർ ഹേ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യും മക്കളെ? നാളത്തെ പരീക്ഷയിൽ 5 മാർക്കിലെ ആ ആക്ടിവിറ്റിയുടെ മുഴുവൻ മാർക്ക് നമുക്ക് നേടാൻ കഴിയും. रेडी है मकला? यस, अच्छा बच्चों, अगला वीडियो में फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय.